ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 28 നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ മെഗാ മാരത്തൺ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മുടെ 10th പ്രിലിംസിന്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 100 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 100 ചോദ്യങ്ങളിൽ പലതും മുൻ വർഷങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളവയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം തമിഴ്നാട്. ഉത്തരം തമിഴ്നാട്. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. മൂന്നാമത്തെ ചോദ്യം: ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ്? ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ്? ഉത്തരം കഥകളി. ഉത്തരം കഥകളി. അടുത്തത് നാലാമത്തെ ചോദ്യമാണ്: അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഹോമി ജെ ഭാവ. ഉത്തരം ഹോമി ജെ ഭാവ. ആറാമത്തെ ചോദ്യം: ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാംനാഥ് കോയങ്കെ. രാംനാഥ് കോയങ്കെ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലൂയിസ് പാസ്ചർ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലൂയിസ് പാസ്ചർ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ്? പെരിയാർ. കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിട്ടുള്ള നദി ഏതാണ്? പെരിയാർ. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം: കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പെരിയാർ. പത്താമത്തെ ചോദ്യം: കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗോദവർമ്മ രാജ. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗോദവർമ്മ രാജ. 11ാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടുംചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടുംചോല. 12ാമത്തെ ചോദ്യം: കമ്പ്യൂട്ടർ മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ട്യൂറിംഗ് പുരസ്കാരം. കമ്പ്യൂട്ടർ മേഖലയിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരം ഏതാണ്? ട്യൂറിംഗ് പുരസ്കാരം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവാരാണ്? ജാക്വസ് ഡ്രേസെ. ജാക്വസ് ഡ്രേസെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ്. 14ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ്? കേരളം. 15ാമത്തെ ചോദ്യം: റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. റോളിംഗ് പ്ലാൻ എന്ന പേരിൽ വാർഷിക പദ്ധതി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര്? മൊറാർജി ദേശായി. 16ാമത്തെ ചോദ്യം: ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏതു രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏതു രാജ്യത്തു നിന്നാണ്? സോവിയറ്റ് യൂണിയൻ. അടുത്തത് 18ാമത്തെ ചോദ്യം:
ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നതെന്ന്? 1952 ഒക്ടോബർ 2. ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? 1952 ഒക്ടോബർ 2. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത്, 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മുന്നോട്ട് വെച്ചത് ആരാണ്? PC മഹലോനോബിസ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക മുന്നോട്ട് വെച്ചതാരാണ്? PC മഹലോനോബിസ്. 21ാമത്തെ ചോദ്യം, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2014 സെപ്റ്റംബർ 15. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2014 സെപ്റ്റംബർ 25. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം എന്താണ്? സിംഹം. 23ാമത്തെ ചോദ്യം, ഗംഗാ നദി പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഗംഗാ നദി പൂർണ്ണമായി ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? നമാമി ഗംഗ. 24ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ അമൃത് നഗരം? പാലക്കാട്. കേരളത്തിലെ ആദ്യ അമൃത് നഗരം പാലക്കാട്. 25ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതും വൈകുണ്ഠസ്വാമികളാണ്. 27ാമത്തെ ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരതേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന വാക്യമുള്ള കൃതി ഏതാണ്? ഉത്തരം ജാതി നിർണയം. ശ്രീനാരായണ ഗുരുവിന്റെ ജാതി നിർണയം എന്ന കൃതിയിലാണ് ഇങ്ങനെയുള്ള ഒരു വാക്യം നൽകിയിരിക്കുന്നത്. 28ാമത്തെ ചോദ്യം, ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ശ്രീനാരായണ ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ദീനബന്ധു CF ആൻഡ്രൂസ്. 29ാമത്തെ ചോദ്യം, 1918 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. 1918 ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആരാണ്? G ശങ്കരക്കുറുപ്പ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാൾ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി കാൾ മാർക്സിന്റെ ജീവചരിത്രം രചിച്ച മലയാളി ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേര്? ജീവശിഖ ജാഥ. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ നയിച്ച ജാഥയുടെ പേര് ജീവശിഖ ജാഥ. അടുത്ത ചോദ്യം, പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. പുലയരുടെ രാജാവ് എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. തിരുവിതാംകൂറിൽ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം എന്നിവ നയിച്ചത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. 1912 കൊച്ചി മഹാരാജാവിന്റെ ഷഷ്ടിപൂർത്തി പുരസ്കരിച്ച് KP കറുപ്പൻ രചിച്ച നാടകത്തിന്റെ പേര്? ബാലകലശം. അടുത്തത്, ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് ആരാണ്? ചാവറ കുര്യാക്കോസ് അച്ഛൻ. ആത്മാനുതാപം എന്ന കൃതി രചിച്ചത് ആരാണ്? ചാവറ കുര്യാക്കോസ് അച്ഛൻ. 38ാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ ഉടമ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പത്രപ്രവർത്തനം സംബന്ധിച്ച് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച ആധികാരിക ഗ്രന്ഥം ഏത്? വൃത്താന്ത പത്രപ്രവർത്തനം. പത്രപ്രവർത്തനം സംബന്ധിച്ച്
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച ആധികാരിക ഗ്രന്ഥം ഏതാണ്? വൃത്താന്ത പത്രപ്രവർത്തനം. 40-ാമത്തെ ചോദ്യം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയപ്പോൾ തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകയില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഏത് പ്രസിദ്ധീകരണത്തിൻ്റെതായിരുന്നു? സ്വദേശാഭിമാനി. ജയ ജയ കോമള കേരള ധരണി എന്ന ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. 43-ാമത്തെ ചോദ്യം. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. 44-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വനിത ആരാണ്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വനിത അക്കമ്മ ചെറിയാൻ. 45-ാമത്തെ ചോദ്യം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത്? പ്രഭാതം. കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രഭാതം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? ആഗമാനന്ദ സ്വാമി. അടുത്തത്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 49-ാമത്തെ ചോദ്യം. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ സംസ്കൃത പണ്ഡിതൻ ആരാണ്? നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ സംസ്കൃത പണ്ഡിതൻ ആര്? I.C. ചാക്കോ. I.C. ചാക്കോ. വജ്രസൂചി എന്ന അപരനാമത്തിൽ എഴുതിയതാര്? മൂർക്കോത്ത് കുമാരൻ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? CMS കോളേജ്, കോട്ടയം. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജ. ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം? ഗുജറാത്ത്. ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്? അബ്ദുൾ ഖാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അബ്ദുൾ ഖാഫർ ഖാൻ. നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത? മേധ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത മേധ പട്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം? കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഏതാണ്? കോട്ടയം. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം? 206. മാർബിളിന്റെ രാസനാമം? കാൽസ്യം കാർബണേറ്റ്. മാർബിളിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ? ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവ്? മാർത്താണ്ഡവർമ്മ. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? കുരുമുളകാണ്. യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കുരുമുളക്. തെഹ്രി അണക്കെട്ട് ഏതു നദിയിലാണ്? ഭഗീരഥി നദിയിലാണ്. മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? സൂക്രോസ്. ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം സൂക്രോസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം? പല്ലിന്റെ ഇനാമൽ. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം അറിയപ്പെടുന്നത് ശിവഗിരി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം? 1924. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ദാദാഭായി നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായി നവറോജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? തഞ്ചാവൂർ. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് തഞ്ചാവൂർ. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ കറൻസി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
നാസിക്കിലാണ്. രാജ്യത്തെ കറൻസി പ്രിന്റിംഗ് പ്രസ് സ്ഥിതി ചെയ്യുന്നത് നാസിക്. പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായ്. 74-ാമത്തെ ചോദ്യം, മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? സൽമാൻ റുഷ്ദി. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഗോവയിലാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറൽ ആര്? വില്യം ബെനഡിക്ട് പ്രഭു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ ജനറൽ വില്യം ബെനഡിക്ട് പ്രഭു. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായി. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. 80-ാമത്തെ ചോദ്യം, ഭാരതരത്നം അവാർഡ് നേടിയ ആദ്യത്തെ വിദേശി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഭാരതരത്നം നേടിയ ആദ്യ വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 23. അൽമാട്ടി അണക്കെട്ട് ഏതു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ നദി. അൽമാട്ടി അണക്കെട്ട് ഏതു നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൃഷ്ണ നദി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപു. 86-ാമത്തെ ചോദ്യം, ഇംഗ്ലീഷുകാർക്കെതിരെ ആറ്റിങ്ങലിൽ കലാപം നടന്ന വർഷം 1721. ഇംഗ്ലീഷുകാർക്കെതിരെ ആറ്റിങ്ങലിൽ കലാപം നടന്ന വർഷം 1721. 87-ാമത്തെ ചോദ്യം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ജെ ബി കൃപാലനി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ജെ.ബി. കൃപാലനി. അടുത്തത്, ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിന്റെ സ്ഥാപകനാര്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റിന്റെ സ്ഥാപകൻ ആരാണ്? കാർട്ടൂണിസ്റ്റ് ശങ്കർ. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്ര. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മെർക്കുറി. അടുത്തത് 91-ാമത്തെ ചോദ്യം, രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് 1729 രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത്. ഓണാഘോഷത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന തമിഴ് കൃതി ഏത്? മധുരൈ കാഞ്ചി. ഓണാഘോഷത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന തമിഴ് കൃതി ഏത്? മധുരൈ കാഞ്ചി. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നിലമ്പൂർ. മേഘങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് നെഫോളജി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ബി.ആർ. അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവാര്? ബി.ആർ. അംബേദ്കർ. 96-ാമത്തെ ചോദ്യം, 10 ലക്ഷം ഭാര്യമാരുടെ ശാപമേറ്റ കേരളം ആരുടെ കൃതിയാണ്? കെ.എം. റോയി. 97-ാമത്തെ ചോദ്യം, ഉറുമ്പുകടി ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കടത്തിവിടുന്ന ആസിഡ് ഫോമിക് ആസിഡ്. മധുര മീനാക്ഷി ക്ഷേത്രം പണി കഴിപ്പിച്ച രാജവംശം പാണ്ഡ്യർ. 99-ാമത്തെ ചോദ്യം, മുഗൾ ഭരണകർത്താക്കൾ നിർമ്മിച്ച ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോർ. മുഗൾ ഭരണകർത്താക്കൾ നിർമ്മിച്ച ഷാലിമാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാഹോറിലാണ്. അടുത്തത് 100-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. 28-ാം തീയതി നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ 100 ചോദ്യങ്ങൾ പഠിച്ചു. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്